ഹലോ ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോ എന്താണ് ഈ ട്രിഗ്നോമെട്രി? നമ്മുടെ വേൾഡിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ശാസ്ത്രത്തിൻ്റെയും അതുപോലെ സാങ്കേതിക വിദ്യയുടെയൊക്കെ വളർച്ചയെടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു ഗണിതശാസ്ത്ര ശാഖയാണ് നമ്മുടെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പൈത്തഗോറസ്. പൈത്തഗോറസ് എന്ന് പറയുന്ന വ്യക്തി നമുക്ക് അത്യാവശ്യം പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ചെറുപ്പം മുതലേ നമ്മൾ പൈത്തഗോറസ് തിയറവും പൈത്തഗോറിയൻ ട്രിപ്ലെറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സോ പൈത്തഗോറസ് ആണ് ഇതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഒരു മാത്തമാറ്റീഷ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കൊന്ന് ചാപ്റ്ററിൽ ഈ ട്രിഗ്നോമെട്രിയെ കുറിച്ച് കുറച്ച് ബേസിക് ഐഡിയാസ് ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. സോ നമുക്കതൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആംഗിൾസ് ആൻഡ് സൈഡ്സ്. ഇവിടെ നമുക്ക് ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നത് എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിൾ അല്ലെങ്കിൽ മറ്റ ത്രികോണം എന്ന് പറയുന്നത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിട്ടുള്ള ട്രയാങ്കിൾസിനെയാണ് റൈറ്റ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ മട്ട ത്രികോണം എന്ന് പറയുന്നത്. സോ ഇവിടെ ആംഗിൾ എ ബി സിയിൽ ആംഗിൾ എ 90 ഡിഗ്രിയാണ് ആൻഡ് ആംഗിൾ ബി 45 ഡിഗ്രി ആണെന്നും ഞാൻ തരുന്നുണ്ട്. ഇനി ആംഗിൾ സിയുടെ മെഷർമെന്റ് എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. എത്രയായിരിക്കും ആംഗിൾ സിയുടെ മെഷർമെന്റ്? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. എങ്ങനെയാണ്? ഒരു ട്രയാങ്കിളിലെ ടോട്ടൽ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണ്, ഇത് 45 ഡിഗ്രി ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് എത്രയായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. ഇത് നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അല്ലെ? ആൻഡ് 9th സ്റ്റാൻഡേർഡിൽ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ എ ബി എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും സൈഡ്സും എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? അപ്പോൾ എ ബി 1 സെന്റിമീറ്റർ ആണെങ്കിൽ എ സിയും 1 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബി സിയുടെ മെഷർമെന്റ് എത്രയാണ്, ബി സിയുടെ നീളം എത്രയാണ് എന്ന് നമുക്ക് കണ്ടെത്തണം. ഓക്കെ, അതെങ്ങനെ കണ്ടെത്തും? ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? സോ അക്കോർഡിംഗ് ടു പൈത്തഗോറസ് തിയറം പ്രകാരം ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം. കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇതാണ് പൈത്തഗോറസ് തിയറം. അപ്പൊ ഇതില് ബേസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നതാണ് ബി സി. സോ ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് എന്ന് പറയുന്നത് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറയുന്നത് 1. സോ 1 പ്ലസ് 1 ഈക്വൽ ടു 2. ബി സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ ബി സി എത്രയായിരിക്കും? √2 ആയിരിക്കും. സോ ബി സിയുടെ മെഷർമെന്റ് നമുക്ക് √2 എന്ന് കിട്ടിക്കഴിഞ്ഞു. സോ ഇതൊരു ജനറൽ കാര്യമായിട്ട് നമുക്കൊന്ന് ഇതിനൊന്ന് ജനറലൈസ് ചെയ്യാം. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയും അടുത്ത രണ്ട് ആംഗിൾസ് 45 ഡിഗ്രിയും ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡ് 2 സെന്റിമീറ്ററും ഇതും 2 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 2√2 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ സൈഡ് 3 സെന്റിമീറ്റർ ഇതും 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 3√2 ആയിരിക്കും. അതുപോലെ ഈ ഒരു സൈഡ് 4 സെന്റിമീറ്റർ ഇതും 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4√2 ആയിരിക്കും. ആൻഡ് ഈ ഒരു സൈഡ് 1/2 സെന്റിമീറ്റർ ഇതും 1/2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നത് 1/2 × √2 ആയിരിക്കും. ഓക്കെ, സോ ഈ ഒരു ഐഡിയ, ഈ ഒരു കൺസെപ്റ്റ് വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിതൊന്ന് ജനറലൈസ് ചെയ്ത് എഴുതി നോക്കാം. In any triangle with angles 45 degree, 90 degree, both shorter sides have the same length, have the
സെയിം ലെങ്ത്. കാരണം രണ്ട് ആംഗിൾസ് സെയിം ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ലോങ്സ്റ്റ് സൈഡ് ഈസ് √2 times this length. സോ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആംഗിൾ 90 ഡിഗ്രിയും അടുത്ത രണ്ട് ആംഗിൾസ് 45 ഡിഗ്രിയും ആണെങ്കിൽ ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന്റെ മെഷർമെന്റ് എത്രയാണോ, ഇപ്പോൾ 10 സെന്റിമീറ്റർ എടുക്കുകയാണെങ്കിൽ ഈ 10 times √2 times ദിസ് ലെങ്ത്, ദാറ്റ് ഇസ് 10√2 ആയിരിക്കും ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ആദ്യമായി പഠിക്കുന്ന ഒരു റിസൾട്ട്. ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 45 ഡിഗ്രി, 90 ഡിഗ്രി, ബോത്ത് ഷോർട്ടർ സൈഡ്സ് ഹാവ് ദ സെയിം ലെങ്ത് ആൻഡ് ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ് ഇസ് √2 times ദിസ് ലെങ്ത്. ആ ലെങ്ത്തിന്റെ √2 times ആയിരിക്കും നമ്മുടെ ഹൈപ്പോട്ടിന്യൂസിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ തൊട്ടു മുമ്പ് കൺസിഡർ ചെയ്തത് ഒരു റൈറ്റ് ട്രയാങ്കിൾ വിത്ത് 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രിയാണ് മൂന്ന് ആംഗിൾസിന്റെ മെഷർമെന്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി എടുക്കാൻ പോകുന്നത് ഒരു ആംഗിൾ 90 ഡിഗ്രിയും അടുത്ത ആംഗിൾ 60 ഡിഗ്രിയും അടുത്ത ആംഗിൾ ഒബ്വിയസ്ലി 30 ഡിഗ്രി ആയിരിക്കും. സോ ഇങ്ങനൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഒരു റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 2 times ദ ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ്. അതായത് ഇവിടെ ഏറ്റവും ചെറിയ സൈഡ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ആയിരിക്കും ഏറ്റവും ചെറുത്. സോ ABC എന്ന് ഞാൻ പേര് കൊടുക്കുകയാണെങ്കിൽ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന AB ആണ് ഇവിടുത്തെ ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡ്. ഈ സൈഡിന്റെ ലെങ്ത് 1 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. ലോങ്ങസ്റ്റ് സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 times ദ ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ് സൈഡ് എന്നാണ് പറയുന്നത്. സോ ഇവിടെ ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ BC ആണ്. സോ AB-യുടെ ഡബിൾ ആയിരിക്കും BC. ദാറ്റ് മീൻസ് ഈ BC-യുടെ ലെങ്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, സോ ആൻഡ് ദ ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് മീഡിയം സൈസ് ഇസ് √3 times ദ ലെങ്ത് ഓഫ് ദി ഷോർട്ടസ്റ്റ്. അതായത് ഇവിടെ ഏറ്റവും ചെറിയ സൈഡിന്റെ √3 times ആയിരിക്കും മിഡിൽ സൈസുള്ള ഈ AC എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത്. അതായത് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് ഏറ്റവും മീഡിയം സൈസ് എന്ന് പറയുന്നത്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ്. സോ ആ ലെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ സൈഡിന്റെ √3 times ആയിരിക്കും. അത്രയേ ഉള്ളൂ. സോ 1 × √3 എന്ന് പറയുന്നത് √3. സോ ഇതിന്റെ ലെങ്ത് എത്രയായിരിക്കും? √3 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ AB-യുടെ ലെങ്ത് 2 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 2 × 2, 2ന്റെ ഡബിൾ 4 സെന്റിമീറ്റർ ആയിരിക്കും. മീഡിയം സൈസ് സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് ഇതിന്റെ √3 times, അതായത് AB-യുടെ √3 times, ദാറ്റ് ഇസ് 2√3 ആയിരിക്കും. അതുപോലെ ഇത് 3 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. AB-യുടെ ലെങ്ത് 3 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ BC എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ഡബിൾ. ആൻഡ് AC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3√3 ആയിരിക്കും. ഓക്കെ, അതുപോലെ ഇത് 1/2 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. 1/2 സെന്റിമീറ്റർ ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ BC-യുടെ ലെങ്ത് എത്രയായിരിക്കും? ഹാഫിന്റെ ഡബിൾ എന്ന് പറയുന്നത് എത്രയാണ്? അരയുടെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 1 അല്ലെ? അപ്പൊ ഇത് 1 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ AC-യുടെ ലെങ്ത് എത്രയായിരിക്കും? അരയുടെ √3 times, ദാറ്റ് ഇസ് 1/2 × √3, ദാറ്റ് ഇസ് √3/2 ആയിരിക്കും ഈ സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് കൺസെപ്റ്റ് ആണ് ഇതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ള രണ്ട് റിസൾട്ട്സ് എന്ന് പറയുന്നത്. ഇൻ എനി ട്രയാങ്കിൾ വിത്ത് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, ദ ലെങ്ത് ഓഫ് ദി ലോങ്ങസ്റ്റ് സൈഡ് ഇസ് 2 times the length of the shortest side, and the length of the side of medium size is √3 times the length of the shortest. Okay, thank you.